ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റാർ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഉണക്കമാങ്ങ അച്ചാർ ഇടുന്ന വിധമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഉണക്കമാങ്ങ അച്ചാർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും എല്ലാവരും പല രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കും ഒരു രീതി നോക്കാം. ഇതാണ് ഉണങ്ങി വെച്ചിരിക്കുന്ന ഉണക്കമാങ്ങ. ഇത് നല്ല വെയിലുള്ള സമയത്ത് ഇഷ്ടംപോലെ മാങ്ങയുള്ളപ്പോൾ നമ്മൾ ഉണങ്ങി വെച്ചിരുന്നതായിരുന്നു. അത് നമ്മളൊരു വെള്ളത്തിലേക്ക് ഇട്ട് സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെക്കുക. കാരണം അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഉണക്കമാങ്ങ ഒന്ന് അലിയുന്നതിന് വേണ്ടി നമ്മൾ ഇത് തിളപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇതുപോലെ കുറച്ച് നേരം നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. ഇനി അച്ചാറിടുന്നതിനുള്ള ചേരുവകളെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, ലേശം ഉപ്പ്, നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയിൽ അച്ചാറിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൂത്ത് പോകാൻ സാധ്യതയുണ്ട്. കായപ്പൊടി, ലേശം മുളക് പൊടി, അച്ചാർ പൊടി, അത് മിക്സ് ചെയ്തതാണ്, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ. ഇത്രയാണ് നമുക്ക് ഉണക്കമാങ്ങ അച്ചാറിടുന്നതിന് ആവശ്യമായ ചേരുവകൾ. മാങ്ങ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉണങ്ങിയതിൻ്റെ ആ കട്ടിയൊക്കെ പോയി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ നല്ലെണ്ണ തിളപ്പിച്ച് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഉലുവയും ഇടുക. ശേഷം വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി എല്ലാം ഇട്ട് നല്ലവണ്ണം നമുക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലവണ്ണം മൂക്കണം. കരിവേപ്പിലയൊക്കെ ഇവിടെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് മുളക് പൊടി, അച്ചാർ പൊടി, മഞ്ഞൾപ്പൊടി ലേശം മതി. മുളക് പൊടി, അച്ചാർ പൊടി എല്ലാം ആവശ്യത്തിന് മാത്രം എല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഉണങ്ങി വെന്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചേരുവ നല്ലവണ്ണം ഒന്ന് ഇളക്കി പൊടിയൊക്കെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം. എന്നാലേ നമ്മൾ ഇത് മുളക് പൊടിയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കണം. എല്ലാം കൂടെ കുറച്ച് സമയം നമുക്ക് സ്റ്റൗവിൽ തന്നെ വെക്കാം. ഉപ്പിൻ്റെ കൂടെ ലേശം കായപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ലേശം മതി, കൂടുതൽ ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ മാങ്ങ നമ്മൾ വെന്ത് വെച്ചിരുന്ന വെള്ളം ഉണ്ടായിരുന്നു. ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയത്. അതിൽ ഒരു ലേശം മാങ്ങ വെന്ത വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് അടിയൊന്നും കരിയാതെ ഇരുന്നോളും. പിന്നെ നമുക്ക് ചാറ് ആവശ്യമുണ്ടെങ്കിൽ ലേശം ചാറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഇതിൻ്റെ ഗുണമുള്ള ഒരു വെള്ളമായതുകൊണ്ടാണ് നമ്മളത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോൾ ലേശം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമ്മൾ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് ഓപ്ഷനാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചേർക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം നല്ല മിക്സ് ആയിക്കോളും. നല്ലോണം മാങ്ങ വെന്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ലേശം വിനാഗിരി അതിലേക്ക് ഒഴിക്കണം. വിനാഗിരി തിളപ്പിച്ച് സെപ്പറേറ്റ് ഒഴിച്ചാലും നല്ലതാണ്. പക്ഷേ ഇത് മാങ്ങ വെന്തുകൊണ്ടിരിക്കുമ്പോൾ ലേശം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാങ്ങ പെട്ടെന്ന് അരിയാനും അത് വിനാഗിരി അതിലേക്ക് നല്ലോണം പിടിക്കാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ വെള്ളം നല്ലപോലെ വറ്റി വരുന്നുണ്ട്. അതിനനുസരിച്ച്
മാങ്ങ നല്ലോണം കുഴഞ്ഞ് മിക്സായി വരുന്നുണ്ട്. ഇത് നല്ല ചോറിന് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അച്ചാറാണ്. ഈ മഴക്കാലത്ത് ഉണക്കമാങ്ങ അച്ചാറൊക്കെ നിങ്ങളിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം. ആ വെള്ളമൊക്കെ നല്ലോണം പറ്റി പൊടികളൊക്കെ നല്ലവണ്ണം പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ലൈക്ക്, കമൻ്റ് ഇടുക. കമൻ്റൊന്നും ആരുടെയും കാണുന്നില്ല, കമൻ്റ് ഇടണേ ദയവായി. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.